അപ്പോഴേ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ശുദ്ധമായ വെളിച്ചെണ്ണ മാർക്കറ്റിലൊന്നും കിട്ടാനില്ല. മാർക്കറ്റിലുള്ളതെന്ന് പറഞ്ഞാൽ മായം ചേർത്ത വില കുറഞ്ഞ വെളിച്ചെണ്ണകളാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ അസുഖങ്ങളൊക്കെ കൂടി വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മായം ചേർത്ത വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ മില്ലിലൊക്കെ ചെന്ന് നല്ല വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി മില്ലിൽ ചെന്നാൽ തന്നെ മെഷീൻ കിടന്ന് കറങ്ങുന്നല്ലാണ്ട് വെളിച്ചെണ്ണ നമുക്ക് ലൈവായിട്ട് ആട്ടി കിട്ടുന്നില്ല. അവരെ സൈഡിൽ ഇരിക്കുന്ന പാത്രത്തിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്ത് തരും. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എനിക്കറിയാവുന്ന ഓരോ നാട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരും ഇതേപോലെ തന്നെ നല്ല വെളിച്ചെണ്ണ അന്വേഷിച്ച് നടക്കുക ലൈവായിട്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ്, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയൊരു സംരംഭം നല്ല വെളിച്ചെണ്ണ മാത്രം ലൈവായിട്ട് ആട്ടി കൊടുക്കുന്ന രീതിയിൽ ചെറിയൊരു ഷെഡ് കെട്ടിയിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ സബ്സിഡി സ്കീമുകളുണ്ട്. അത് മുഖാന്തരം വനിതാ സംരംഭം എന്നുള്ള രീതിയിൽ ഒരു സംരംഭം, ഒരു ശുദ്ധമായ വെളിച്ചെണ്ണ ആട്ടിക്കൊടുക്കുക, ലൈവായിട്ട് ആട്ടിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.